വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. എച്ച് MLA ഉദ്ഘാടനം. കേന്ദ്ര സാംസ്കാരിക പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, രാത്രി 10-ന് ശേഷം ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കരുതെന്ന സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കുവാൻ കലാകാരന്മാർക്ക് വേണ്ടി അധികാരികൾ ഇടപെടുക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം കേരളത്തിൽ സോണൽ ഓഫീസ് ആരംഭിക്കുക, 2016 രൂപീകരിച്ച സാംസ്കാരിക വകുപ്പിന്റെ ഗ്ലോബൽ രജിസ്ട്രേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുക, കലാകാരന്മാർക്കുള്ള റെയിൽവേ സൗജന്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സവാക് ജില്ലാ പ്രസിഡന്റ് KC രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആശ്രമം ചെല്ലപ്പൻ, വർക്കിംഗ് പ്രസിഡന്റ് തോട്ടപ്പള്ളി സുഭാഷ് ബാബു, സംഘടനാ സെക്രട്ടറി അമ്പലപ്പുഴ സലാം, വനിതാ സെക്രട്ടറി ലില്ലി ആൽബിൻ എന്നിവർ പ്രസംഗിച്ചു. മലയാളിക്ക്, സാധാരണ മനുഷ്യനും സാധാരണ മലയാളിക്കും വേണ്ട ക്ലാസിക്കുകളെ കുറിച്ച് അറിയാം. അതറിഞ്ഞത് അവൻ കോളേജിൽ പോയി വേണ്ട ക്ലാസിക്കിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പൊയട്രിയായി പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ അറിവല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചതിന്റെ ഭാഗമായി ലഭിച്ച അറിവല്ല. നമ്മുടെ നാട്ടിലെ ക്ഷേത്രപ്പറമ്പുകളിൽ, പള്ളി പെരുന്നാളുകളിൽ, അങ്ങനെയെല്ലാമുള്ള കേരളത്തിന്റെ പൊതുവേദികളിൽ സാംബശിവനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ക്ലാസിക്കന്മാർ കടന്നു വന്ന് വേൾഡ് ക്ലാസിക് കഥാപ്രസംഗമായി രൂപപ്പെടുത്തി അവതരിപ്പിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കയത്തൊഴിലാളിക്കും കർഷകത്തൊഴിലാളിക്കും പാവപ്പെട്ടവന്റെ എല്ലാ ഹൃദയത്തിലേക്ക് ആ വേൾഡ് ക്ലാസിക്കുകൾ പതിഞ്ഞത്. നമുക്ക് നൊഥലിയോ അറിയാം, ഡെസ്റ്റിമോണിയെ അറിയാം, ഇയാമോയെ അറിയാം. ആ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കഥാപാത്രത്തിന്റെ സ്വഭാവത്തെയൊക്കെ നമുക്കറിയാം. എങ്ങനെ അറിയാൻ പറ്റുന്നത്? എങ്ങനെയാ? ഈ പറഞ്ഞ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചിട്ടല്ല, ബംഗാളി സാഹിത്യം നമുക്കറിയാം. അതെല്ലാം മലയാളിക്ക് പരിചിതമായത് ഞാനീ പറഞ്ഞ കഥാപ്രസംഗത്തിന്റെ രൂപത്തിലോ നാടകത്തിന്റെ രൂപത്തിലോ നമ്മുടെ നാട്ടിൻപുറത്തെ സ്റ്റേജിന്റെ മേലെ ഇങ്ങനെ കലാകാരന്മാർ ഇവിടെ പറഞ്ഞ പോലെ ഉറക്കമൊഴിച്ച് ഈ നാടിനോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടാണ് നാടകം കളിച്ച് അവതരിപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ ഒന്നാണ്.